ശ്രീ കെ എസ് ബാബു നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നത്. ശ്രീ കെ എസ് ബാബു, അങ്ങയുടെ ഹർജിയാണോ ഈ ലാബ് ഉപയോഗിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇപ്പം എന്തിൻ്റെ പേരിലാണെങ്കിലും കോടതിയുടെ ഇടപെടൽ നിങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം കിട്ടാത്തതിൻ്റെ പേരിലാണെങ്കിൽ പോലും രോഗികൾക്കാണ് സൗകര്യം നഷ്ടപ്പെടുന്നത്. അത് ഒട്ടും അനുയോജ്യമായൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇത് ഇങ്ങനെയായിരുന്നോ വേണ്ടിയിരുന്നത്? ഞാൻ സംസാരിക്കുന്ന കെ എസ് ബാബുവാണ്. കേൾക്കാം പറഞ്ഞു. നിങ്ങളൊരു ചോദ്യം ചോദിച്ചു അടക്കെന്ന് പറഞ്ഞു. വിഹിതം കിട്ടുന്ന കാര്യം ഞാൻ 22 വർഷമായി അവിടെ സർവീസ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഇന്ന് വരെയും 10 പൈസ അവിടുത്തെ ഒരു കാര്യത്തിലും വിഹിതം മേടിച്ചിട്ടുള്ള ആളല്ല. അതെല്ലാവർക്കും അറിയാം. വളരെ 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 പെർഫെക്റ്റായ പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ആ ചോദ്യം സാറേ ആദ്യം പിൻവലിക്കണം കേട്ടോ. പിന്നെ നൽകേണ്ട തുക ഞാൻ ആ വിഹിതമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, സോറി. അപ്പൊ ഞാൻ പറയാം, അവിടുത്തെ ജനങ്ങൾക്ക്, അവിടെ വരുന്ന രോഗികൾക്ക് എല്ലാ സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നത് HDS ആണ്. ഗവൺമെന്റ് നേരിട്ടല്ല. ഗവൺമെന്റ് വല്ലപ്പോഴൊക്കെ ഗ്രാന്റ് ചെയ്ത് അവിടുന്ന് ഈ ജീവനക്കാർ ഈ രോഗികളിൽ നിന്നും ലാബിലും സ്കാനിലും അതുപോലെ തന്നെ മറ്റ് പല ചികിത്സാ സംവിധാനത്തിൽ നിന്നും തുച്ഛമായി എടുക്കുന്ന പിരിവുകൊണ്ടാണ് നടത്തിക്കൊണ്ടു പോണത്. 600 ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം. 1,27,00,000 രൂപ ഒരു മാസം വേണം. അതുപോലെ തന്നെ ഒരു വർഷത്തെ ഈ സ്കാനിങ്ങിന്റെയും അതുപോലെ തന്നെ ലിഫ്റ്റിന്റെയും അതുപോലെ തന്നെ ലാബിലെ എക്യുപ്മെന്റ്സിന്റെയും ഒക്കെ മെയിൻ്റനൻസിന് 2,20,00,000 രൂപ ഒരു വർഷം ചെലവാക്കണം. ഇത് HDS ആണ്. അപ്പൊ HDSന് അവിടെ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ഏജൻസികൾ എന്തെങ്കിലുമൊക്കെ ഗവൺമെന്റ് ഏജൻസികൾ അല്ലെങ്കിൽ ഗവൺമെന്റ് അംഗീകാരമുള്ള സൊസൈറ്റികൾ ഓരോരോ പരിപാടികൾ ചെയ്യുമ്പോൾ അതിൽ നിന്നും 10% വരുമാനത്തിന്റെ 10% HDS ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട്. അത് നിയമമാണ്, ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ്. അതനുസരിച്ചാണെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ കാത്തലാബ് നടത്തിയതിൽ KHR 1,50,00,000 രൂപ HDSന് തരാനുണ്ട്. ശ്രീ കെ എസ് ബാബു, ഒരു തർക്കവുമില്ല. HDS ചെയ്യുന്ന കാര്യത്തിനെ ഒന്നും നമ്മൾ കുറച്ചു കാട്ടുകയല്ല. പക്ഷേ HDSന് കിട്ടാനുള്ള വിഹിതം KHRW നിന്ന് കിട്ടാത്തത് കൊണ്ട് നൽകിയൊരു ഹർജിയിൽ ഈ ലാബ് സൗകര്യം ജനങ്ങൾക്ക് നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സാധാരണക്കാരായ മനുഷ്യരല്ലേ അങ്ങോട്ടേക്ക് വരുന്നത്? അവർ പുറത്തുപോയി സ്വകാര്യ ലാബിൽ എത്രയോ പൈസ കൊടുത്ത് ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു വേറൊരു വഴി കണ്ടെത്താൻ കഴിയില്ലേ എന്നാണ് ഞാൻ ഒരു സാധാരണക്കാരൻ്റെ ഒരു ആസ്പെക്റ്റിൽ ചോദിക്കുകയാണ്. ഞാൻ പറയട്ടെ, അതായത് അവിടെ 4 CT സ്കാനുണ്ട്. ആ 4 CT സ്കാനും ഫുൾ ടൈം വർക്കാണ്. അത് HDS ആണ് വർക്ക് ചെയ്യിക്കുന്നത്. ഫിലിമിന്റെ പൈസ പോലും പലപ്പോഴും മുതലാവുന്നില്ല. PPLകാർക്ക് ഫ്രീ കൊടുക്കണം. അതുപോലെ പിന്നെ നാവിനില്ലാതെ റോഡിൽ കിടക്കുന്ന രോഗികളെ പോലീസ് പിടിച്ചുകൊണ്ട് വന്ന അവർക്ക് ചികിത്സിക്കുന്നതിന്റെ മൊത്തം ചെലവും HDS വഹിക്കണം. അപ്പോൾ എന്തു പറ്റി? അവിടെ 4 CT സ്കാൻ ആവശ്യത്തിനുണ്ട്. അവിടെ വരുന്ന രോഗികൾക്ക് ഒരു രോഗികൾക്ക് പോലും CT സ്കാൻ ഒരു ദിവസം പോലും പെൻഡിങ് ആയിട്ടില്ല. ഡോക്ടർമാർ എഴുന്നെല്ലാം കൃത്യമായി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിനുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് 4 കോടി രൂപ വിലയുള്ള 4 കോടി സംതിങ് വിലയുള്ള ഒരു മെഷീനെ 6-8 കോടി രൂപയ്ക്ക് അവിടെ വാങ്ങി വെക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഏജൻസിയുടെ ആണെങ്കിലും അന്നത് വാങ്ങിച്ചപ്പോൾ KHRന്റെ MD പറഞ്ഞത് ഇതിന് കമ്മീഷൻ ഉണ്ടെങ്കിൽ അത് KHRന്റെ ഫണ്ടിലേക്ക് ഇടണമെന്നാണ്. ആ MD ഒരു IAS-കാരനാണ്. അദ്ദേഹം വളരെ സത്യസന്ധമായ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടും ഇപ്പോ നമ്മുടെ അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് അവിടെ എത്തുന്ന രോഗികൾക്ക് പരമാവധി ഫെസിലിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. 4 സ്കാനിങ് മെഷീൻ ഉണ്ടെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെ ഒരു വലിയ ആരോഗ്യ കേന്ദ്രത്തിൽ അത് അപര്യാപ്തമാണ്. അപ്പോൾ കൂടുതൽ മെഷീനുകൾ വരട്ടെ, CTക്കും MRIക്കും ഒക്കെ കൂടുതൽ സംവിധാനങ്ങൾ ഉണ്ടാവട്ടെ. അനാവശ്യമായ നൂലാമാലകളിൽ തട്ടി ആ ഫെസിലിറ്റി ഉപയോഗിക്കാൻ പറ്റാതിരിക്കുക, കെട്ടിടങ്ങൾ അടച്ചിടുക, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ആരോഗ്യ മേഖലയെ പിന്നോട്ടടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.